ഹലോ ഗായ്സ്, ഹുനൂസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഡേ മൈ ലൈഫാണ്. സൺഡേ ആണെന്ന്. ഇപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് സൺഡേ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാണ്ടിരിക്കുന്നത്. അപ്പോൾ ചേതൊക്കെ എടുത്തതിന് ശേഷം ഞാൻ വാഷൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നല്ല പൊടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഫസ്റ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇറങ്ങാണ്. അങ്ങനെ വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് വണ്ടിയൊക്കെ തുടച്ച് നീറ്റാക്കി വെച്ചു. അടുത്തതായിട്ട് എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതാണ് നേരെ ടാങ്ക് കണ്ടത്. നമ്മളെ മീനിൻ്റെ ഏകദേശം ഒരു 8 മാസത്തിനടുത്തായിട്ടുണ്ടാവും ഞാനിപ്പോൾ ഇത് വാഷൊക്കെ ചെയ്ത് ക്ലീൻ ചെയ്തിട്ട്. പ്രത്യേകിച്ച് ഒരു പണിയില്ലാത്തതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല. അത് തന്നെ അടുത്ത പണിയെന്ന് വെച്ചിട്ട് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങി. ടാങ്കിൻ്റെ സൈഡിലൊരു കുഴി എടുത്തിട്ട് ബക്കറ്റിൽ വെള്ളം കോരി അങ്ങോട്ട് ഒഴിക്കുക ചെയ്യുന്നത്. അങ്ങനെ കുറേ ബക്കറ്റ് അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ സൈഡിൽ പൂപ്പയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല കട്ടിയിലായിട്ടുണ്ട്. അത് ഉരച്ചൊരു ചകിരി എടുത്തിട്ട് നല്ല രീതിയിൽ ഉരച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ കുറച്ച് ഉരച്ചതിന് ശേഷം പിന്നെ വലയിൽ അടിയിലുള്ള വേസ്റ്റ് ഉണ്ടായി മീനിൻ്റെ, അത് വേസ്റ്റൊക്കെ കോരിക്കളയുക ചെയ്യുന്നത്. അപ്പം അടിയിൽ മീനുണ്ട്, ഇളകുന്നുണ്ട് കുറച്ചൊക്കെ, പക്ഷെ മീനൊന്നും കാണാൻ പറ്റുന്നില്ല. ഏകദേശം 3/4 ഭാഗം വെള്ളം വറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ മീൻ പിടയ്ക്കുന്നുണ്ട്, പക്ഷെ മീനൊന്നും കാണാൻ പറ്റില്ല. കളറ് മാറിപ്പോയതുകൊണ്ട് വെള്ളത്തിൻ്റെ. അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 5-6 മീനുണ്ടായിരുന്നു ഇതിൽ, കുറേ ഏകദേശം നല്ല വലിപ്പമുള്ളത്. അപ്പോൾ ഒന്നിനെ കിട്ടിയിട്ടുണ്ട്. ഒരു മീൻ കുടുങ്ങിയിട്ടുണ്ട് വലയിൽ. അതിങ്ങനെ ഇറങ്ങി കീറി കളിക്കുകയാണ്. അങ്ങനെ മീനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മീനിൻ്റെ സൈസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം എല്ലാവർക്കും. അതിനു വേണ്ടി ഞാൻ കയ്യിലെടുക്കുന്നുണ്ട്. അതിനൊന്നും കൂടി അതാ എടുക്കുന്ന ടൈമിൽ ഒരു ഷാട്ടുണ്ടായിരുന്നു. പിന്നെ ആണ് സൈലൻ്റ് ആയിട്ട് നിന്ന് തന്നിട്ടുണ്ട്. എല്ലാത്തിനും കുഴപ്പമില്ല, കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അടുത്ത മീനിനെ പിടിച്ചിട്ടുണ്ട്. വലയിൽ ചെറുങ്ങനെ പിടയ്ക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വലയെ ഒഴിവാക്കിയിട്ട് കൈ കൊണ്ട് തന്നെ പിടിക്കാൻ വെച്ച് അത് കുഴപ്പമില്ലാണ്ട് നിന്നതുണ്ട്. അതിൽ ചെറിയൊരു ബേസിലിടാൻ മേടിച്ചു. മറ്റേ കുറച്ച് ചെറുപ്പമാണ്, പക്ഷെ അത് ബേസിൽ കൊള്ളുന്നില്ല സൈസ് അതിൻ്റെ. അപ്പോൾ ബേസിൽ നിന്ന് മാറ്റിയിട്ട് അതിൻ്റെ ബക്കറ്റ് അതിൻ്റെ ചെമ്പിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. ഇട്ട വാഴ കൂടി ഒരു ചെറിയൊരു അടിപൊളിയുണ്ട്. പിന്നെ അടുത്തതിന് സെർച്ച് ചെയ്യാണ്. അപ്പോൾ ചെറിയൊരു മീനെ കുടുങ്ങിയത്. അപ്പോൾ ചെറിയൊരു ബക്കറ്റിലേക്ക് അതിനെ പിടിച്ച് മാറ്റുന്നതാണ്. അങ്ങനെ അടുത്തതിനെ പിടിച്ചിട്ടുണ്ട്. ഇതാണെന്ന് തോന്നുന്നു ഏറ്റവും വലുത് ഒന്നുണ്ട്, പക്ഷെ അതേതാന്ന് മനസ്സിലാവുന്നില്ല. 8 വർഷം പ്രായമുള്ള ഒന്ന് ഉണ്ടായതിൻ്റെ കൂട്ടത്തിൽ, പക്ഷെ അതേതാന്ന് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. ഏകദേശം എല്ലാം ഒരേ സൈസ് തന്നെ ആയിട്ടുണ്ട്. അങ്ങനെ ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്ത് അതിലേക്ക് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യാൻ എൻ്റെ തതല പോലാണ് ഇത്ര നല്ല വീഡിയോ എടുത്തതും നമ്മൾ സപ്പോർട്ടൊക്കെ ചെയ്തത്. അര ടാങ്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിടിച്ച മീനിനെയൊക്കെ വെള്ളത്തിലേക്ക് തിരിച്ചു വിടുകയാണ്. അപ്പോൾ നമ്മൾ മീനെ കാണാൻ വേണ്ടി ഐബൂസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നല്ലോണം നോക്കി അതിൽ നല്ല സന്തോഷത്തിലാണ് ആളിപ്പോൾ. അങ്ങനെ എല്ലാ മീനെയും നമ്മൾ അതിലേക്ക് ഇട്ട് അതിന് കുറച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത്. പിന്നെ ഇപ്പോൾ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇനി അടുക്കളയിൽ പോയിട്ട് എന്താണെന്ന് നോക്കാൻ മേടിച്ചാൽ. അപ്പോൾ നമുക്ക് അങ്ങനെ അടുക്കളയിൽ ചെന്നപ്പോൾ ഉമ്മ നന്നാക്കാൻ വേണ്ടി മാറ്റി വെച്ച് മീനെ കണ്ടിരുന്നു. അപ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്ന് മേടിച്ചിട്ട് ഞാൻ തന്നെ കുറച്ച് മീൻ മാറ്റി വെച്ച് ചുട്ടെടുക്കാനുള്ള രീതിയിലാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് കുളിച്ച് മാറ്റി റെഡി ആയിട്ട് വരാം. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എൻ്റെ ചെറിയ ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.